ജനസിസ് 2:3 ഉൽപ്പത്തി 2:3 ഇങ്ങനെ പറയാണ്, കർത്താവ് വിശ്രമിച്ചു. ആ വിശ്രമിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കൂടെ മനുഷ്യരും ഉണ്ട്. ഓക്കെ, 7-ാം ദിവസം. ആ 7-ാം ദിവസം അവസാനിക്കുന്നില്ല, ഇറ്റ് കണ്ടിന്യൂസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആരുടെ കൂടെ വിശ്രമിക്കുകയാണ്? ദൈവത്തിന്റെ കൂടെ വിശ്രമത്തിലായിരിക്കേണ്ടവരാണ് നമ്മൾ. ആ വിശ്രമിക്കാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? പ്രത്യാശ ഇല്ലാത്തതുകൊണ്ട്. പ്രത്യാശ ഉണ്ടെങ്കിൽ, ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്രമിക്കാൻ പറ്റും. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറ്റും. റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുന്നുള്ളതല്ല. ദൈവത്തിൽ അതിശക്തമായിട്ട് ആശ്രയിക്കുന്ന ഒരാൾക്ക് ശാന്തമായിട്ടിരിക്കാനും വിശ്രമിക്കാനും പറ്റും. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ദിവസത്തേക്കുള്ള ജോലി ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി പ്രത്യാശിക്കാണ്. ആരിൽ? ഈശോയിൽ. ആ പ്രത്യാശ ഉള്ളവന്, ട്രസ്റ്റ് ഉള്ളവന് വിശ്രമിക്കാൻ, റെസ്റ്റ് എടുക്കാൻ പറ്റും. നമുക്ക് ഉറക്കം കിട്ടാത്ത എന്തുകൊണ്ടാണ്? കേൾക്കാവുന്നുണ്ടോ? ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെയാണ് ഞാനിത് കഷ്ടപ്പെട്ടത് പറഞ്ഞിരുന്നത്. പിടിയിട്ടുന്നുണ്ടോ? ഇത് പറഞ്ഞു തന്നാൽ വലിയൊരു ദീർഘശ്വാസം വരും എനിക്ക്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈശോയിൽ ആ പ്രത്യാശ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ആകുലപ്പെടുന്നത്. ആകുലതകൾ ഏറുന്നു, വിഷമം വർദ്ധിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ അധ്വാനം മുഴുവൻ ചോര നീരാക്കി, എല്ല് പൊടിയാക്കി പഠിക്കുന്നു, അധ്വാനിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ നമുക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പ്രത്യാശയില്ലാത്തൊരവസ്ഥയിൽ എനിക്ക് വിശ്രമിക്കാൻ പറ്റാതാകുന്നു. എനിക്ക് വിശ്രമിക്കണമെങ്കിൽ പ്രത്യാശ വേണം. ആരിലുള്ള പ്രത്യാശ? ദൈവത്തിലുള്ള പ്രത്യാശ. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നന്നായിട്ട് കർത്താവിന്റെ അനുഗ്രഹത്താൽ ചെയ്തു. ബാക്കി അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റും. ഐ ട്രസ്റ്റ് ഹിം. പറഞ്ഞേ ഹല്ലേലൂയ.